ഗായ്സ്, എല്ലാവർക്കും ഫാൻ ഡോക്സിൻ്റെ മറ്റൊരു കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ ചിക്കൻ കറിയും ചീനിയും ഉണ്ടാക്കാൻ പോവുകയാണ്. വാപ്പ ഇവിടെ ഉണ്ട്, നമുക്ക് അടുക്കളയിലോട്ട് കിടക്കാം. വരൂ 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 വരൂ, പൂക്കാലം വന്നു, പൂക്കാലം പൂക്കാലം, ചിക്കൻ കറി ചീനി. അപ്പൊ നമ്മൾ ടെന്നൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എപ്പോഴും പറയുന്ന കാര്യമില്ലല്ലോ പാപ്പാ. ഹായ് ഹായ് പറയൂ. ഹായ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഞാനൊന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുവാണ്. ചിക്കൻ കറി ഉണ്ട്, ചീനി സ്പെഷ്യലാണ്, കടുവിട്ട് താളിച്ചത്. അപ്പോഴതെല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അതെല്ലാം ചെയ്യാനുള്ളതാണ്. നമ്മളെല്ലാ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളിയും കരിവേപ്പിലയും കടുവും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വരണ്ട് വരട്ട്. പിന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുളകെല്ലാം അരിഞ്ഞും ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ലോകത്ത് വേടനെ ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല അല്ലേ? ഞാൻ കഴിഞ്ഞ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേടനെ പറ്റി. വേടൻ നമ്മളെ മുത്താണ്, സ്വത്താണ്, ചങ്കാണ്, ഉയിരാണ്, പ്രോയാണ്. പിന്നെ വേടന്റെ പാട്ട് കേൾക്കാത്ത ആരുമില്ല അല്ലേ? രാഷ്ട്രീയത്തിൽ തന്നെ വേടൻ ഒരു പാട്ടിറക്കിയിട്ടുണ്ട് ഇപ്പോൾ, വോയിസ് ഓഫ് വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ചിക്കൻ ഫ്രൈയും ഫ്രഞ്ച് ഫ്രൈസും അതിൻ്റെ ഇറക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കുന്നതിനെ പറ്റി. അപ്പം ഞാൻ ചുമ്മാ വോയിസ് ഓഫ് വോയിസ് എനിക്ക് കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിറനിറങ്ങളിനടുമയാരുടുമയാര് നിറങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുളിൻ മുടിച്ചത് എത്ര പേര് എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് പാടിയതാണ്. അപ്പോൾ ആരും കേട്ടില്ലേ അതൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കടലമ്മ കരങ്ങല്ല പറ്റത്, കണ്ണീരല്ലമ്മ വള്ളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കള കടലിൻ്റെ ഇങ്ങനെ ചുമ്മാ പാടാൻ എഴുതി. എനിക്ക് വേടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് അടുത്ത പാട്ട്, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ട് കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും, ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കി ഉയരത്തിൽ പറക്ക്, ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്, കഥന്റെ കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരുന്നക്കരങ്ങളിലോ പൂത്തോട്ടം, പയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, പലയിലൊടുങ്ങാട്ട പരലിൻ കൂട്ടം, കുരുവി കൂട്ടും പോലെ കൂട്ടിയില്ലോ മുക്കത്തൊട്ട്, കുതിരമാണ്ടയിലെ പോലെ എല്ലാം ചൊല്ലിക്കിട്ടുന്നതാണ്. ഞാൻ ചുമ്മാ എനിക്ക് കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ പാടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേടനെ. അതേപോലെ തന്നെ ഫെജോ, ഡാബ്സി ആണെങ്കിൽ എവിടെ പോയാലും ഉമ്മി, ഉമ്മ, വാപ്പി, അനിയ, ചേട്ടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഫെജോ അങ്ങനെയല്ല, നിന്നെ സ്വന്തം മക്കിടുന്ന വര നെഞ്ചിലാതി, നീ പറയുന്നത് എന്തുവാ ഹിന്ദിയോ മറാത്തി, കേട്ടിരിക്കാൻ ദിവസങ്ങളുള്ള നിന്റെ ലാത്തി, നീ കീസാഡോ ഫോത്തിലോ വേഹത് റോത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാട്ടൊക്കെ പോണത്. അപ്പോൾ പിന്നെ വേടനെ പറ്റി കുറ്റം പറയുന്നവർ ഒരുപാട് പേര് ഈ ലോകത്തുണ്ടാകും. പ്രത്യേകിച്ച് ഞാൻ EMG ശ്രീകുമാർ സാറിനെ പറ്റി ഞാൻ ഒന്ന് കുറ്റം പറയുന്നില്ല, സാറിൻ്റെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, പിന്നെ ഞാൻ EMG ശ്രീകുമാർ സാറിനെ പറ്റി കുറ്റം പറയുന്നത്, സാറിൻ്റെ പാട്ടൊക്കെ ഞാൻ കേൾക്കാം. ഞാൻ കൂടുതൽ സാറിൻ്റെ പാട്ട് കേൾക്കാറ് അയ്യപ്പൻ്റെ പാട്ടാണ്. അയ്യപ്പൻ്റെ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും പുണ്യമല, ശബരിമല, കൂത്തുലയ്യം, മകരമല, മല കാണാൻ ഞങ്ങൾ വരുന്നേ, സ്വാമി നിന്നാമം പാടി വരുന്നേ. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തങ്കനിലാവും അവയ്ക്കും സ്വാമി പാതനെ, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് EMG ശ്രീകുമാർ സാറ് പാടുന്ന അയ്യപ്പൻ്റെ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ പറ്റി കുറ്റം പറയൽ നല്ലതല്ല, ആരെ പറ്റി നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നതുമില്ല. പിന്നെ വാപ്പ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്, അത്യാവശ്യ രീതിയിൽ പാട്ടൊക്കെ പാടും. വാപ്പായെ നമുക്ക് ഇതുവരെയ്ക്ക് ലൈവിലൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ വാപ്പ ഉണ്ടാക്കുന്ന സമയത്ത് പാട്ട് പാടുന്ന ഒരു കൂട്ടത്തിലാണ്. പിന്നെ ഓട്ടോക്കാരനാണ്. ഓട്ടോക്കാരൻ മാത്രമല്ല, ഏത് വണ്ടി ഓടിക്കും, ബസ്, കാറ്, ജീപ്പ്, ലോറി തുടങ്ങിയ മുതലായവ ഏത് വണ്ടി ഉണ്ടോ അതെല്ലാം ഓടിക്കും. കേരളം വിട്ടുള്ള ഏത് വണ്ടി ഓടിക്കും അല്ലേ? അതെ അതെ, അതാണ് വാപ്പ. അപ്പോൾ വാപ്പ ഉണ്ടാക്കുന്നെങ്കിലും ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എല്ലാം മസാല വെച്ചിട്ടുണ്ട് കേട്ടോ. മിന്നും മിന്നും
എങ്ങോട്ടാണിങ്ങോട്ടാണീ തിടുക്കം നീതനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ ഇങ്ങോട്ടാ നീ തിടുക്കം നീ ധരിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ. ഹായ് ഹായ് ഹായ്. മണിച്ചേട്ടന്റെ പാട്ടാണ്. നമ്മള് വേണം തന്നെ ഏത് പ്രോഗ്രാം പോയാലും മണിച്ചേട്ടന്റെ പാട്ട് പാടും. പിന്നെ ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി. അപ്പൊ ഗായ്സ് നമുക്കിതെല്ലാം കഴിഞ്ഞ് തിളച്ച് മറിഞ്ഞ് ഒന്ന് റെഡി ആയിട്ട് കാണാം. തിളച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫൈൻ്റെ അഭിപ്രായം ചോദിക്കാം കേട്ടോ. എന്താണ് ഫൈനെ? ഗായ്സ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ബിരിയാണിയുടെ മണം പോലെ. മണം മൂക്കിലോട്ടങ്ങ് തുളച്ച് കയറുകയാണ്. ഇപ്പൊ തന്നെ കഴിച്ചാലോ, ചൂടോടെ ഉള്ളിയാലും കുഴപ്പമില്ല, കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ടാറ്റാ.